സ്വാഗതം. നമ്മുടെയൊക്കെ പാചകത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില. വീട്ടിൽ ഒരു കറിവേപ്പെങ്കിലും വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ കറിവേപ്പില പെട്ടെന്ന് എല്ലാ മണ്ണിലും ഉണ്ടാവുകയില്ല. കറിവേപ്പ് എന്നത് വളരെ ദൈവികമായൊരു വൃക്ഷമായിട്ടാണ് കാണുന്നത്. അതെല്ലാവരും വളർന്നു കൊള്ളണമെന്നില്ല. ചിലയിടങ്ങളിൽ നമ്മൾ എത്ര കുഴിച്ചിട്ടാലും കറിവേപ്പ് വളർന്നു വരില്ല. എന്നാൽ ചിലയിടത്ത് നന്നായിട്ട് തഴച്ചു വളരും. ഈശ്വരാധീനമുള്ള മണ്ണിൽ മാത്രമാണ് കറിവേപ്പ് ഉണ്ടാകുള്ളൂ. ചില വീടുകളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണും, നന്നായിട്ട് തഴച്ചു വളരും. ചില ഇടങ്ങളിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് വളർന്നുകൊള്ളില്ല. എന്നാൽ ഈ കറിവേപ്പ് നമ്മൾ വളർത്തുമ്പോൾ ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നമ്മളത് വളർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ദോഷമായിട്ടും വരും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു കറിവേപ്പ് എവിടെയാണ് വളർത്തേണ്ടത്, എവിടെയൊക്കെ വന്നാലാണ് ദോഷം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. കറിവേപ്പ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില ഒരിക്കലും ഒരാൾക്കും ദാനമായിട്ട് കൊടുക്കരുത്. കറിവേപ്പിൻ്റെ തൈ ഒരിക്കലും ദാനമായിട്ട് കൊടുക്കരുത്. ഇപ്പോൾ ധാരാളം തൈകളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കുമായിരിക്കും, ഒരു തൈ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവർക്കത് ദാനമായിട്ട് ആ കറിവേപ്പ് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിൻ്റെ ഇലയും അതൊന്നും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും അതിൻ്റെ തൈ ഒരാൾക്ക് ദാനമായിട്ട് നൽകരുത് എന്നാണ് പറയുക. പകരം നിങ്ങൾക്ക് അതൊരു വില കൊടുത്ത് വാങ്ങുന്ന പോലെ, അതായത് ഒരു രൂപയോ അങ്ങനെ എന്തെങ്കിലും പൈസയ്ക്ക് നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാം. അവരോട് പറയാം ഇന്ന കാരണങ്ങളാണ്, അതുകൊണ്ടാണ് എന്ന് അവരോട് പറയാം. അതായത് ഇങ്ങനെ ദാനമായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം പടിയിറങ്ങി പോകുന്നതിന് തുല്യമായിട്ടാണ് കാണുന്നത്. അതായത് ഈ കറിവേപ്പ് എന്നത് ഒരു ഈശ്വരാധീനമുള്ള മണ്ണിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ കറിവേപ്പില നിങ്ങൾ ഒരാൾക്ക് ദാനമായി കൊടുത്താൽ നിങ്ങളുടെ ഐശ്വര്യവും അതിലൂടെ പടിയിറങ്ങി പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദാനമായിട്ട് ആർക്കും കറിവേപ്പിൻ്റെ തൈ കൊടുക്കരുത്. രണ്ടാമതായിട്ട് പറയുന്നത്, പുതുതായിട്ടൊരു കറിവേപ്പ് തൈ നമ്മൾ ഒരു വീട്ടിൽ നടുകയാണെങ്കിൽ ഒരിക്കലും ആ വീട്ടിലുള്ള വ്യക്തികളാരും തന്നെ ആ കറിവേപ്പില നടരുത് എന്നാണ് പറയുന്നത്. പകരം നിങ്ങളുടെ വീട്ടിൽ വന്ന വിരുന്നുകാരോ അയൽവക്കത്തുള്ളവരോ സുഹൃത്തുക്കളെയോ കൊണ്ട് നിങ്ങൾക്ക് ആ കറിവേപ്പില തൈ നമുക്ക് നടിയിപ്പിക്കാം. പക്ഷെ ഒരിക്കലും വീട്ടിലുള്ള വ്യക്തികൾ തന്നെ ഒരിക്കലും കറിവേപ്പിൻ്റെ തൈ നടരുത് എന്നാണ് പണ്ട് പറയാറ്. അതുപോലെ തന്നെ കറിവേപ്പ് നടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലുമൊക്കെ കറിവേപ്പ് നട്ടു കഴിഞ്ഞാൽ അത് മരണദുഃഖം വരെ ഫലമുണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കറിവേപ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീടിന് 4 സ്റ്റെപ്പ് അകലമെങ്കിലും ഉണ്ടെടുത്ത് വേണം കറിവേപ്പ് വളർത്തുന്നതാണ് കൂടുതൽ നല്ലത്. 4 സ്റ്റെപ്പ് അകലമെങ്കിലും വേണമെന്ന് മാത്രം. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നടുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ തെക്ക് വശത്തും വളർത്തുന്നത് നല്ലതാണ്. ഇവിടെയും ഇത്രയും അകലം, ഒരു 4 സ്റ്റെപ്പ് അകലമെങ്കിലും വെച്ചിട്ട് വേണം വളർത്താൻ. വീടിനോട് ചേർത്തിട്ടൊരിക്കലും കറിവേപ്പ് വളർത്തരുത്. ഇനി കറിവേപ്പ് ഒരിക്കലും നടാൻ പാടാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പ് ഒരിക്കലും വളർത്തരുതാത്ത സ്ഥാനങ്ങളാണ്. ഒന്ന്, വടക്ക് കിഴക്കേ മൂലയാണ്. അതായത് ഈശാന മൂല എന്നും പറയും. ഈ ഭാഗത്ത് കറിവേപ്പ് വളർത്തിയാൽ വീട്ടിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങളും സങ്കടങ്ങളും വന്നുകൊണ്ടിരിക്കും. കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകില്ല. അതുപോലെ വീടിൻ്റെ പ്രധാന വാതിലിന് അഭിമുഖമായും ഇത് വളർത്തരുത്. ഇത് കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരാൻ ഇടയാക്കും. മൂന്നാമത്തെ സ്ഥാനം കിണറിനോട് ചേർന്നിട്ടാണ്. നനവ് ലഭിക്കാനുള്ള സൗകര്യത്തിന് കിണറിനോട് ചേർത്ത് വളർത്തുന്നവർ ധാരാളമുണ്ട്. വെള്ളം നനയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വെള്ളം നനയ്ക്കാതെ തന്നെ അത് വളരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ഇതൊരിക്കലും പാടില്ല. ഇത് വീട്ടിലെ സ്ത്രീകളുടെ ആയുസ് കുറയും എന്നതിന് കാരണമാണെന്നാണ് പറയാം. പിന്നീട് സന്ധ്യയ്ക്ക് ശേഷം, അതായത് വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ കറിവേപ്പ് പറിക്കരുത്. ഇത് നാശം വരുത്തുമെന്നും വിശ്വാസമുണ്ട്. എത്ര ആവശ്യമെങ്കിലും ഇത് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതുപോലെ കറിവേപ്പില തണ്ടോടെ ഒടിച്ചു വേണം എടുക്കാൻ. അതായത് തണ്ട് സസ്യത്തിൽ വെച്ച് ഇല മാത്രമായിട്ട് ഒരിക്കലും എടുക്കരുത്. ഇത് ഗൃഹനാഥൻ്റെ ആയുസ്സിന് ദോഷം വരുത്തും എന്ന് പറയും. അതായത് വൃക്ഷത്തിൽ നിർത്തിയില ഊരിയെടുക്കരുത്. ഇതുപോലെ കറിവേപ്പ് പൂക്കുന്നത് നിമിത്ത ശാസ്ത്രത്തിൽ ദോഷാനുഭവങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്.
അതിനാൽ ഒരിക്കലും കറിവേപ്പ് പൂക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുത്തരുത്. അഥവാ ആരുടെങ്കിലും വീടുകളിൽ കറിവേപ്പ് അങ്ങനെ പൂത്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ എല്ലാവരുടെ പേരിലും ശിവക്ഷേത്രത്തിൽ മൃത്യു പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കറിവേപ്പില വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അറിയാതെ ആരും ഒരു തരത്തിലുള്ള ദോഷങ്ങളും വരുത്തരുത്. എല്ലാവരും